കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂട്ടത്തോടെ ആഫ്രിക്കയിലോട്ട് ദേശാടനം ചെയ്യുന്ന തുലാത്തുമ്പികളുടെ കാര്യമാണ് സംസാരിച്ചിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ പക്ഷികളും ആഫ്രിക്കയിലോട്ട് ദേശാടനം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന അമൂർ ഫാൽക്കൺ അല്ലെങ്കിൽ ചെങ്കാലൻ പുള്ളെന്ന് പറയുന്ന ഒരു പക്ഷിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെങ്കാലൻ പുള്ള് അല്ലെങ്കിൽ അമൂർ ഫാൽക്കണെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അമൂർ ഫാൽക്കൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പരുന്തുവർഗ്ഗത്തിൽപ്പെട്ടൊരു പക്ഷിയാണ്. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പരുന്തുകളൊക്കെ നല്ല വലുപ്പം ഉണ്ടാവും. പക്ഷേ ഈ ചെങ്കാലൻ പുള്ളെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രാവിൻ്റെയൊക്കെ അത്ര വലുപ്പം മാത്രമേ ഈ ചെങ്കാലൻ പുള്ളിനുള്ളൂ. സൈസ് അത്രയേ ഉള്ളൂ. ഈ അമൂർ ഫാൽക്കൺ എന്നതിന് പേര് വരാനായിട്ടൊരു കാര്യമുണ്ട്. റഷ്യയിലുള്ള അമൂർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. അതിന് അടുത്തൊക്കെയാണ് ഈ ചെങ്കാലൻ പുള്ളികൾ പ്രജനനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് അമൂർ ഫാൽക്കൺ എന്ന് പേര് വരാൻ കാര്യം. ഈ അമൂർ ഫാൽക്കൻ്റെ ആൺപക്ഷികൾക്ക് നല്ല പുറത്തൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള ചാരനിറമാണ്, ഫ്രണ്ടിലൊക്കെ നല്ല ലൈറ്റായിട്ടുള്ള ചാരനിറം. പെൺപക്ഷികൾക്കാണെങ്കിൽ വലുപ്പം കൂടുതലാണ്, ആൺപക്ഷികളൊക്കെ കുറച്ചുകൂടെ വലുപ്പം കൂടുതലാണ്. അതിൻ്റെ പുറത്തും ചാരനിറമൊക്കെയാണ്. പക്ഷേ നെഞ്ചിലൊക്കെ നല്ല പൊട്ടുകളും നല്ല വരകളും കറുത്ത നിറത്തിലുള്ള പൊട്ടുകളും വരകളും ഒക്കെ പെൺപക്ഷിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൺപക്ഷിയുടെ കാലുകൾക്ക് നല്ല ഓറഞ്ച് നിറമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചുണ്ടുകൾക്ക് നല്ല ഓറഞ്ച് കളറാണ്. കണ്ണിന് ചുറ്റും ഒരു ഓറഞ്ച് വളയമുണ്ട്. ഇതുപോലെ തന്നെ പെൺപക്ഷികളുടെയും കാലുകൾ ചെറിയ ഓറഞ്ച് കളറുണ്ട്. ചുണ്ടിനടുത്തൊക്കെ നല്ല ഓറഞ്ച് കളർ കാണാൻ പറ്റും. അതുപോലെ പെൺപക്ഷികളുടെയും കണ്ണിന് ചുറ്റും ഓറഞ്ച് കളറിലുള്ളൊരു വളയം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ അമൂർ ഫാൽക്കണെ തിരിച്ചറിയാൻ പറ്റും. ഒന്നാമത് തന്നെ അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഈ കാലിലുള്ള ഓറഞ്ച് കളറ്, അതിൻ്റെ പുറത്തുള്ള ചാരനിറം, പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഓറഞ്ച് വളയം, ചുണ്ടിൻ്റെ ഓറഞ്ച് കളർ, ഇങ്ങനൊരു 3-4-5 കീ കൊണ്ട് എളുപ്പത്തിൽ നമുക്കിതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പരുന്തുവർഗ്ഗങ്ങളിൽ ഒന്നാണ് ഈ അമൂർ ഫാൽക്കൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രജനനം നടത്തുന്ന അമൂർ റിവറിൻ്റെ അടുത്ത് നിന്ന് ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, നമ്മുടെ നാഗാലാൻഡും മേഘാലയുള്ള സ്ഥലത്തോട്ട് പറക്കും. അവിടെ നിന്ന് ഇന്ത്യക്ക് മേളിലൂടെ പറന്നിട്ട് പിന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ മേളിൽ കൂടെ പറന്നിട്ട് അവർ സൗത്ത് ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവർ തിരിച്ചും പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പറക്കുന്നതും കൂട്ടിയിട്ട് ഏകദേശം ഒരു 22,000 കിലോമീറ്റർ ദൂരം പറക്കുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന പരുന്തുവർഗ്ഗങ്ങളിൽ ഒന്നാണ് ഈ അമൂർ ഫാൽക്കൺ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ലോകത്താകമാനം ഏകദേശം 10 ലക്ഷത്തോളം ഈ അമൂർ ഫാൽക്കൺസ് ഉണ്ട്. ഈ 10 ലക്ഷം പക്ഷികളും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യ വഴി ആഫ്രിക്കയിലോട്ട് ഇവർ 10 ലക്ഷം എണ്ണവും മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്ലോബൽ പോപ്പുലേഷൻ മൊത്തം അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരെല്ലാം കൂട്ടത്തോടെയാണ് ദേശാടനം ചെയ്യുന്നത്. ഇനി ഇവർ ദേശാടനം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇവർ അമൂർ റിവറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തണുപ്പ് കൂടും. പ്രത്യേകിച്ച് അതിശൈത്യമാകുന്ന സമയത്ത് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ ഭക്ഷണ ലഭ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അവർ ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ പക്ഷികൾ ഒരിക്കലും വിൻ്ററിൻ്റെ സമയത്ത് ഇവർ പ്രജനനം നടത്തുന്ന സ്ഥലത്ത് ഒരിക്കലും ഇവർക്ക് ചെന്നെത്താൻ പറ്റില്ല. അപ്പം സമ്മർ സമയത്താണ് ഇവർ തിരിച്ച് ബ്രീഡിങ് ടൈമിൽ ഇവർ തിരിച്ചവിടെ എത്തുന്നത്. അപ്പം ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ഭക്ഷണ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ദേശാടനം നടത്തുന്നത്. ഇവരിങ്ങനെ അമൂർ റിവറിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ആസാം അവിടെയൊക്കെ വന്നിട്ട് കുറേ ദിവസങ്ങൾ തമ്പടിക്കാറുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ചെല്ലുന്ന സ്ഥലത്തൊക്കെ മഴയൊക്കെ പെയ്തിട്ട് ഇഷ്ടം പോലെ ഈയലുകൾ പൊങ്ങുന്ന സമയമായിരിക്കും, ഈയാമ്പാറ്റകൾ ഇങ്ങനെ പൊങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അവിടെ തമ്പടിക്കുന്നത്. അപ്പം മറ്റു പരുന്തുകളെ അപേക്ഷിച്ചിട്ട് ഈ അമൂർ ഫാൽക്കൻ്റെ പ്രത്യേകത, ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചെറിയ ചെറിയ ഇൻസെക്റ്റുകളെയാണ്. ഈയാമ്പാറ്റകൾ, പിന്നെ ഗ്രാസ് ഹോപ്പേഴ്സ്, ലോക്കസ്റ്റ്, ഇങ്ങനെ അവർ പറന്നു നിന്നിട്ട് ഒത്തിരി ഈ ജീവികളെയൊക്കെ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെയാണ് ഇവർ പിടിച്ച് തിന്നുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചല്ലോ, തുലാത്തുമ്പികൾ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്തു നിന്ന് ഇങ്ങനെ വരുന്നൊരു കാറ്റുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഇതിങ്ങനെ ആഫ്രിക്കയിലോട്ട് പോകുന്നത്. ആ കാറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ തുമ്പികൾ ഇങ്ങനെ പറക്കുന്നത്. ഇതേ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ അമൂർ ഫാൽക്കണുകളും ഇങ്ങനെ പറന്ന് ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അധികം എഫേർട്ടൊന്നും ഇല്ലാതെ ആഫ്രിക്കയിലോട്ട് ഈസി ആയിട്ട് പറക്കാൻ പറ്റും. ഈ പറക്കുന്ന കൂട്ടത്തിൽ ഇവർ ഈ തുമ്പികളെയൊക്കെ ഭക്ഷണമാക്കാറുണ്ട്. ഈ ഒക്ടോബർ മാസത്തിലാണ് ഈ അമൂർ ഫാൽക്കൺ ഇന്ത്യയിൽ കൂടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് വരും. കുറേ എണ്ണം ചില സമയത്തൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലമ്പുഴ ഡാമിനടുത്തൊരു 10-40 അമൂർ ഫാൽക്കണൊക്കെ വന്നിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല സ്ഥലത്തുമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് അമൂർ ഫാൽക്കനെ കാണാൻ പറ്റും. എന്നിരുന്നാലും അവർ നോർത്ത് ഈസ്റ്റിലാണ് കൂടുതൽ കാണുന്നത്. അവർ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പതിയെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ മേളിൽ കൂടെ, ഇന്ത്യൻ ഓഷ്യൻ്റെ മേളിൽ കൂടെ അവർ ആഫ്രിക്കയിലോട്ട് പറക്കും. ആഫ്രിക്കയിലെ മെയിനായിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങൾ, ഇപ്പം നമീബിയ, ബോട്സ്വാന,
സൗത്ത് ആഫ്രിക്ക, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 6-7 മാസം വരെ അവരവിടെ സ്പെൻഡ് ചെയ്യും. ആ സമയത്ത് അവർക്ക് അവിടെയുള്ള ചെറിയ പ്രാണികളെയും വിട്ടിലുകളെയും പച്ചത്തുള്ളനെയൊക്കെയാണ് പിടിച്ച് ഇവർ കഴിയണത്. പറന്ന് നിന്നുകൊണ്ട് അവർ പച്ചത്തുള്ളനെയൊക്കെ പിടിക്കാറുണ്ട്, ഇഴിയലിനെ പിടിക്കാറുണ്ട്. ചില സമയത്ത് നിലത്തിറങ്ങിയിട്ടൊക്കെ ഒത്തിരി എണ്ണം നിലത്തുണ്ടെങ്കിൽ അവർ നിലത്ത് വന്ന് ഇരുന്നിട്ട് ഇവർ ഈ പ്രാണികളൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിനും ഏപ്രിൽ പകുതിയോടുകൂടി ഇവർ തിരിച്ച് ഇവരുടെ പ്രജനന സ്ഥലമായ അമൂർ റിവറിൻ്റെ ഭാഗത്തോട്ട് ഇവർക്ക് പറക്കേണ്ടതുണ്ട്. ചില പക്ഷികളൊക്കെ ഈ സമുദ്രം ക്രോസ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ കൂടെ തന്നെ തിരിച്ച് പറക്കാറുണ്ട്. പക്ഷേ കൂടുതൽ പക്ഷികളും ഇത് മിഡിൽ ഈസ്റ്റും ബാക്കിയുള്ള രാജ്യങ്ങൾ ഹിമാലയത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ പോയിട്ട് ഇവർ തിരിച്ച് അമൂർ റിവറിൻ്റെ സൈഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാറാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ പ്രജനന സ്ഥലത്ത് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിട്ടിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അമൂർ ഫാൽക്കണൊന്നും സ്വന്തമായിട്ട് കൂടെ ഉണ്ടാക്കാറില്ല. ഇവർ മുട്ടയിടുന്നത് മറ്റ് കാക്കകളും കാക്കകളുടെ ഫാമിലിയിൽപ്പെട്ട റൂക്ക് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, മാക്പൈ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ഇവരൊക്കെ കൂട് കൂട്ടിയിട്ട് ഉപേക്ഷിച്ചിട്ടേക്കുന്ന കൂടുകളിലാണ് ഈ ലക്ഷക്കണക്കിന് തിരിച്ചു പോകുന്ന ഈ അമൂർ ഫാൽക്കണൊക്കെ അവിടെ മുട്ടയിടുന്നത്. വേറൊരു കാര്യം, ഇവർ ചെല്ലുന്ന സമയത്ത് അവിടെ ദിവസത്തിൻ്റെ ദൈർഘ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇന്ത്യയിലെ കാര്യം അറിയില്ല. നമുക്ക് ഇന്ത്യയിൽ സാധാരണ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-10 മണിക്കൂറാണ് ദിവസത്തിൻ്റെ ദൈർഘ്യത. പക്ഷേ ഈ അമൂർ ഫാൽക്കണൊക്കെ അമൂർ റിവറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിന് 15-16 മണിക്കൂറിൽ കൂടുതലാണ് ദിവസത്തിൻ്റെ ലഭ്യത. അപ്പം ഇവർക്ക് ഇര തേടാനും ഭക്ഷണം തേടാനും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനും ഒക്കെ എളുപ്പത്തിൽ പറ്റും. ഇങ്ങനെ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ അമൂർ ഫാൽക്കണൊക്കെ തിരിച്ച് അമൂർ റിവറിൻ്റെ അവിടെ ചെന്നിട്ട് ബ്രീഡ് ചെയ്യുന്നത്. ഇതാണ് ഇവയുടെ ദേശാടനത്തിൻ്റെ കഥ. പക്ഷേ ഇവയുടെ വേറൊരു കഥ കൂടിയുണ്ട്, ലോകത്തെ തന്നെ നടുക്കിയൊരു കഥ. ഇവരുടെ യാത്രാമധ്യേ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ തമ്പടിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവർ ഇതിനെ കാണാനായിട്ട് പുറപ്പെട്ടു. ബാംഗ്ലൂരിലുള്ള രാംകി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫറും ഒരു കൺസർവേഷനിസ്റ്റുമാണ്. അദ്ദേഹം മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹമാണ് ഞാൻ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം വൈഫോടെ കൂടിയാണ് എനിക്ക് നോർത്ത് ഇന്ത്യ ജോലി മേടിച്ച് തന്നിട്ട് ഡേവിഡ് അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ജോലിയൊക്കെ മേടിച്ച് തന്നു വിട്ട് അദ്ദേഹമാണ് രാംകി ശ്രീനിവാസൻ. പിന്നെ ഒരു അടുത്ത സുഹൃത്തായ ശശാങ്ക് ദാൽവി എന്ന് പറഞ്ഞ് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയ ബേർഡറാണ്. കുറേയേറെ സ്ഥലങ്ങളിൽ അദ്ദേഹം ബേർഡിങ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പുതിയ സ്പീഷീസ് പക്ഷിയെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ശശാങ്ക് ദാൽവി, രാംകി, പിന്നെ 2 നാഗാലാൻഡിൽ നിന്നുള്ള ബാനോ ഹരാലു എന്ന് പറഞ്ഞ ഒരു ലേഡിയുണ്ട്. അവരൊരു ജേർണലിസ്റ്റാണ്. പിന്നെ റോക്കോ എന്ന് പറഞ്ഞ ഇവർ 4 പേര് കൂടിയിട്ട് നാഗാലാൻഡിലെ വോക്ക ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ പങ്ക്തി എന്ന് പറഞ്ഞൊരു വില്ലേജുണ്ട്. ആ പങ്ക്തി വില്ലേജിലായിട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഈ അമൂർ ഫാൽക്കൺ ഇങ്ങനെ വന്നു കൂടുന്നതായിട്ട് അവർക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഇതിനെ കാണാനായിട്ട് പോയി. കാണാനായിട്ട് പോയപ്പോൾ 2012 പോയത്. അപ്പോൾ ഈ പങ്ക്തി വില്ലേജ് എന്ന് പറയുന്നത് ഡൊയാങ് എന്ന് പറഞ്ഞ് വലിയൊരു റിസർവോയർ ഉണ്ട് അവിടെ. ഈ ഡൊയാങ് റിസർവോയർ പണിതത് 2002 അതിനുശേഷമാണ് ഈ അമൂർ ഫാൽക്കണൊക്കെ അവിടെ കൂട്ടമായിട്ട് തമ്പടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വിവരം അറിഞ്ഞിട്ട് 2012 ഈ പങ്ക്തി വില്ലേജിലോട്ട് യാത്ര ചെയ്യും. അപ്പോൾ പങ്ക്തി വില്ലേജ് അടുക്കുമ്പോഴത്തേക്കും ഇവർ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഒരു കമ്പ് തോളെ വെച്ചിട്ട് കമ്പിൻ്റെ 2 അറ്റത്തും 100 കണക്കിന് ഈ അമൂർ ഫാൽക്കണൊക്കെ കെട്ടിയിട്ട് ലൈവായിട്ട് ജീവനുള്ള അമൂർ ഫാൽക്കണെ കെട്ടിയിട്ട് അവർ കമ്പിൽ തൂക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കണ്ടു. അവിടെ പോകുന്ന എല്ലാ വീടുകളിലും വീടിൻ്റെ വാതിക്കലെല്ലാം ഈ അമൂർ ഫാൽക്കണെ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പം ചിലയിടത്തൊക്കെ വലിയൊരു ഫിഷിംഗ് നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ 100 കണക്കിന് അമൂർ ഫാൽക്കണെ ഒരുമിച്ച് പിടിച്ചിട്ടേക്കുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ് അവർ കണ്ടത്. അവർ പിന്നെ ഗ്രാമത്തോടടുത്തു. പിന്നെ അവർ ചെന്നിട്ട് അവിടെ ഈ ഡൊയാങ് റിസർവോറിൻ്റെ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അതിലും വലിയ ഭീകരമായിരുന്നു. കാരണം ആകാശം നിറച്ച് പക്ഷികൾ, എനിക്ക് വർണ്ണിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലുള്ള പക്ഷികൾ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്ന് കിടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ കുറേയേറെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. ഈ മീൻപിടുത്തക്കാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മീനെ പിടിക്കുന്ന നെറ്റൊക്കെ അവർ മോഡിഫൈ ചെയ്തിട്ട് ഈ പക്ഷികളെ പിടിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചു. അപ്പം പക്ഷികൾ പറന്നു വരുന്ന സ്ഥലത്ത് ഇവരിങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടു. സാധാരണ വൈകുന്നേരങ്ങളിൽ ഈ പക്ഷികൾ വെള്ളത്തിനടുത്തൂടെയൊക്കെ വരാറുണ്ട് മരത്തിൽ റൂസ്റ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി എണ്ണം ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് വരാറുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഈ നെറ്റ് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ നെറ്റിലൊക്കെ വന്നിട്ട് വൈകിട്ട് വെച്ചിട്ട് രാവിലെ വരുമ്പോഴത്തേക്കിന് 100 കണക്കിന് പക്ഷികളൊക്കെ വന്നിട്ടാണ് ഈ നെറ്റിൽ സ്റ്റക്കായിട്ടിരുന്നത് അവർക്ക് കാണാൻ പറ്റിയത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ പക്ഷികളെ എടുക്കും. എന്നിട്ട് ഇവർ കൊണ്ട് കുക്ക് ചെയ്ത് ഇവർ കഴിക്കും. അല്ലാത്ത പക്ഷികളൊക്കെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വിൽക്കുന്നതും ഇവർക്ക് മനസ്സിലായി. ഏകദേശം ഒരു 17 ട്രൂപ്പ് ഇങ്ങനെ ആൾക്കാർ ഈ പക്ഷികളെ പിടിക്കാനായിട്ട് നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ട്രൂപ്പും ഒരു 10,000-ലധികം പക്ഷികളെ ഒരു ദിവസം പിടിക്കുന്നതായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു സീസണിൽ ഒക്ടോബർ മാസം മാത്രം 1,25,000 അല്ലെ 1,50,000 പക്ഷികളെ ഈ ഫിഷർമെൻസ് ഈ മീൻപിടുത്തക്കാർ അവിടെ നിന്ന് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അവർക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ തന്നെ ബാനു എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബാനു അവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റ് ആയിരുന്നു. അവർ അവിടുത്തെ കമ്മീഷണർ ഉടൻ തന്നെ വിളിച്ചു. കമ്മീഷണർ വിളിച്ചു കഴിഞ്ഞാൽ കമ്മീഷണർ ഉടൻ തന്നെ ഒരു
ഓർഡർ പുറപ്പെടുവിച്ചു, നമ്മുടെ പക്ഷികളെ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓർഡർ പുറപ്പെടുവിച്ചു. പിറ്റേ ദിവസം വന്നിട്ട് തന്നെ ആൾക്കാർ ആ നെറ്റൊക്കെ റിമൂവ് ചെയ്തു. പിറ്റേ ദിവസം ഇവർ തിരിച്ച് നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ രാംകി ഒരു വെബ്സൈറ്റ് ഉണ്ട്, കൺസർവേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, കൺസർവേഷൻ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കൂടി ഇവർ ഈ ന്യൂസ് വെളിയിൽ വിട്ടു. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഈ അമൂർ ഫാൽക്കനെ കൊല്ലുന്നതായിട്ട്. അപ്പോൾ ഈ ന്യൂസ് മുഴുവൻ ലോകം മൊത്തം അറിഞ്ഞു. ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ നാഷണൽ മീഡിയാസും ഇൻ്റർനാഷണൽ മീഡിയാസും എല്ലാം ഈ ന്യൂസ് പിക്കപ്പ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് സ്പ്രെഡായി. ഇപ്പോൾ ന്യൂസ് സ്പ്രെഡ് ആയപ്പോഴത്തേക്കിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, നാഗാലാൻഡ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നാഗാലാൻഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷൻ്റെ പാർട്ടാണ്. അവർ മൃഗങ്ങളെ കൊല്ലുക, തിന്നുക, പക്ഷികളെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ട്രഡീഷൻ്റെ പാർട്ടാണ്. അതുപോലെ ബുഷ് മീറ്റും കാട്ടിലുള്ള മൃഗങ്ങളുടെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് ആരെങ്കിലും ചെന്ന് പറയും ഇത് ചെയ്യലെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഷോക്കായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അവിടെ ചെന്നു, അവിടെ കുറേയേറെ NGO ചെന്നിട്ട് അവരെ മനസ്സിലാക്കി ഇതൊരു പാസേജ് മൈഗ്രൻ്റ് പക്ഷി എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാമത്തിൽ കുറേ ദിവസങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പക്ഷിയാണ്. ഇത് കഴിഞ്ഞാൽ ആഫ്രിക്കയിലോട്ട് പറക്കേണ്ട ഒരു പക്ഷിയാണ്. നിങ്ങളിതിനെ ഇങ്ങനെ വലിയ കൂട്ടമായിട്ട് പിടിച്ച് കൊന്നു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പക്ഷിയുടെ ഈ വംശം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഈ പങ്ക്തി എന്നുള്ള വില്ലേജിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ പങ്ക്തിയിലുള്ള വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഇത് മാറി. അവരൊന്നും അതിൽ പിന്നെ ഒരൊറ്റ പക്ഷിയെ പോലും അവർ കൊന്നിട്ടില്ല. അവർ നെറ്റുകളൊക്കെ റിമൂവ് ചെയ്തു. ആൾക്കാർ ഈ പക്ഷികളെ സഹായിക്കാൻ ഇറങ്ങി. നേരത്തെയുള്ള പഴയൊക്കെ നെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ പക്ഷികളെയൊക്കെ എടുത്ത് അവർ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ വാച്ച് ടവർ വന്നിട്ടുണ്ട്, കുറേ ഹോം സ്റ്റേ വന്നു. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് പക്ഷികളെ കാണണമെങ്കിൽ അവിടെ പോയി താമസിക്കാം. അവിടെ ചെന്നിട്ട് ഈ പങ്ക്തി വില്ലേജിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച എൻ്റെ സുഹൃത്ത് ശശാങ്കിനെയൊക്കെ വിളിച്ച് ചോദിച്ചു. പിന്നെ ബാനോ എന്ന് പറഞ്ഞ് അവിടെയുള്ള നാഗാലാൻഡിലുള്ള ലേഡിയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ കുറേയേറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് ഈ പങ്ക്തി വില്ലേജിൽ ഈ പക്ഷികളെ കാണാറില്ല. കാരണം ടൂറിസം കുറച്ച് കൂടിയപ്പോഴത്തേക്കിനും ആൾക്കാർ അവിടെ 1-2 മരങ്ങളും വെട്ടിമാറ്റി, കാരണം നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവർ അവിടുന്ന് ഒരു 13 കിലോമീറ്റർ ആ റിസർവോയറിൻ്റെ തന്നെ കുറേ അപ്സ്ട്രീം കുറേ മേളിലോട്ട് മാറിയിട്ട് ഇപ്പോഴും ഈ ലക്ഷക്കണക്കിന് പക്ഷികൾ അവിടെ റൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോകണമെങ്കിൽ ഇപ്പോഴും പോയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ പക്ഷികൾ വരുന്നുണ്ട്. അതിൻ്റെ ഹണ്ടിങ് മൊത്തമായിട്ടും ഈ 4 പേര് കൂടിയിട്ടാണ് ഈ ഹണ്ടിങ് മൊത്തമായിട്ട് അവർ നിർത്തലാക്കിച്ചത്. ഇപ്പോൾ ഈ നാഗാലാൻഡിലുള്ളവരൊക്കെ ഈ അമൂർ ഫാൽക്കൻ്റെ വരവ് കാത്തിരിക്കാറുണ്ട്, അവിടെയുള്ള നാട്ടുകാരും വില്ലേജുകളും ഒക്കെ. ഇതിപ്പോൾ അവിടെ ഒരു അമൂർ ഫാൽക്കൺ ഫെസ്റ്റിവലെന്ന് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നാഗാലാൻഡിനെ അറിയപ്പെടുന്ന അമൂർ ഫാൽക്കൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടാറുണ്ട്. ഈ വിവരമൊക്കെ സ്പ്രെഡ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ പക്ഷികൾ കൂട്ടമായിട്ട് മേഘാലയയിലും ആസാമിലും മണിപ്പൂരിലും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഈ പക്ഷികളെ കൊല്ലാറില്ല, കാരണം ഈ നാഗാലാൻഡിൻ്റെ സ്റ്റോറി അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കാരണം ഈ 4 പക്ഷി നിരീക്ഷകർ കാരണം ആക്ച്വലി ഒരു ഗ്ലോബൽ പോപ്പുലേഷൻ, ഒരു ലോകത്തുള്ള ഈ അമൂർ ഫാൽക്കൻ്റെ മുഴുവൻ സംഖ്യയും സംരക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി. ഞാൻ അമൂർ ഫാൽക്കനെ കണ്ടിട്ടുണ്ട്, അത് 1-2 എണ്ണത്തിനെ കണ്ടിട്ടുള്ളൂ, വലിയ കൂട്ടമായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരിക്കൽ ഈ നാഗാലാൻഡിൽ പോയിട്ട് ഈ ലക്ഷക്കണക്കിന് പക്ഷികൾ ഒരുമിച്ച് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കാഴ്ചയൊന്ന് കാണണമെന്ന്. അതൊരിക്കലെങ്കിലും ഒരു വൈൽഡ് ലൈഫർ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണിത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക അമൂർ ഫാൽക്കൻ്റെ മൈഗ്രേഷനും കോൺഗ്രിഗേഷനും ഒക്കെ നാഗാലാൻഡിലെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അമൂർ ഫാൽക്കൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്തൊരു സ്റ്റോറിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.